സാറേ, $2.3 ബില്യൺ ഈ ബാലിസ്റ്റിക് മിസൈലിന് വേണ്ടിയിട്ട് ഇറാൻ പാഴാക്കിയത്. അതായത് സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ വികസനമല്ല, ഇസ്രായേലിൻ്റെ നാശമാണ് അവർക്ക് പ്രധാനം എന്ന് നെതന്യാഹു പരിഹസിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. അത് സാധാരണ എല്ലാ ഭരണകൂടങ്ങളും ആ രാജ്യത്തെ വികസനം അല്ലെങ്കിൽ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, നല്ല റോഡ് വരുന്നു, വിദ്യാഭ്യാസം കൊടുക്കുന്നു, പാർപ്പിട സൗകര്യം ഉണ്ടാക്കുന്നു, ഇലക്ട്രിസിറ്റി, അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നു. പക്ഷേ ഇവിടെ അതല്ല. ഈ കിട്ടുന്ന കാശ് മുഴുവൻ എടുത്തിട്ട് ഇസ്രായേലിനെതിരെ മിസൈൽ എങ്ങനെ വിടാം, അത്തരത്തിലുള്ള ചിന്തകളാണ്. അവർക്കെതിരെ അറ്റാക്ക് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെയാണ് ആലോചിക്കുന്നതെന്നാണ് നെതന്യാഹു പറയുന്നത്. അത് വാസ്തവം തന്നെ അല്ലേ? അപ്പോൾ ഇറാൻ ശവക്കുഴി തോണ്ടുന്നു എന്നർത്ഥം. സ്വന്തം ശവക്കുഴി തോണ്ടുന്നു. എന്നുവെച്ചാൽ നിങ്ങൾക്ക് വൈകാതെ തന്നെ നിങ്ങളുടെ അന്ത്യം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ഒരു സൂചന കൂടിയാണ് ഈ പരിഹാസത്തിനകത്ത് നിൽക്കുന്നത്. ഇത്രയും $1 മില്യൺ ചെലവഴിക്കുക എന്ന് മിസൈലിന് മാത്രമല്ലേ? പിന്നെ അതുപോലുള്ള സൈനിക ശക്തിക്ക് വേണ്ടേ? ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സ്രോതസ്സും മുഴുവൻ ഇല്ലാതാക്കുകയാണ്. ഇറാൻ ഒരു എണ്ണപ്പാടം ഉണ്ടെന്ന് കരുതി ആ എണ്ണപ്പാടത്ത് നിന്ന് എടുക്കുന്ന ധനം മുഴുവൻ യുദ്ധത്തിന് വേണ്ടി വിനിയോഗിക്കുകയാണ്. അതും ആരെ? ഹിസ്ബുള്ളയെ വളർത്തുന്നു, ഹമാസിനെ വളർത്തുന്നു. ഇതിനെ മുഴുവൻ വളർത്തുന്നതിന് വേണ്ടി, തീറ്റിപ്പോറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവരെ മുഴുവൻ ഇസ്രായേൽ ഇങ്ങനെ അടിച്ചമർത്തുകയാണ്. അടിച്ചമർത്തുമ്പോൾ വീണ്ടും വർദ്ധിത വീര്യത്തോടുകൂടി മുമ്പോട്ട് വരണം. അപ്പോൾ വീണ്ടും ഇതിൻ്റെ പണച്ചെലവ് അപാരമല്ലേ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് പോവുകയാണ്. ഒരു രാജ്യത്തിൻ്റെ എല്ലാ വികസനവും യുദ്ധം നടക്കുമ്പം തീരും. വിദ്യാഭ്യാസ കാര്യങ്ങൾ ആകെ തകർന്ന് തരിപ്പണമാകും, മറ്റ് നാട്ടിലുള്ള വികസനം, ആരോഗ്യ പ്രശ്നം, പിന്നെ വിലക്കയറ്റം രൂക്ഷമായി മാറും. പക്ഷേ ഇസ്രായേൽ ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ യുദ്ധം ആരംഭിച്ച സമയത്ത് പശ്ചിമേഷ്യയിൽ നമ്മുടെ സർക്കാർ, ഇന്ത്യ സർക്കാർ മുൻകൈയെടുത്ത് അവിടെ കഴിയുന്ന ഇന്ത്യക്കാരെ മുഴുവൻ, മലയാളികളും ഉണ്ട്, കൊണ്ടുവരാൻ, ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം നടത്തി. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അവിടെ നിന്ന് ഒരു ഇന്ത്യക്കാരുടെയും ഒരു മലയാളിയുടെയും ഒരു കരച്ചിലും ഉയർന്നില്ല എന്നുള്ളതാണ്. അവർക്കൊന്നും യാതൊരു പ്രശ്നവും അഭിമുഖീകരിക്കുന്നില്ല. സാധാരണ ഒരു യുദ്ധഭൂമിയാണെന്നുണ്ടെങ്കിൽ അവിടെ കഴിയുന്ന ഏത് പ്രദേശത്തുള്ള ആൾക്കാരായാലും അവർക്കൊരു വിലാപം ഉണ്ടാകും. ഇത് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ നെതന്യാഹുവിനൊക്കെ എതിരെ ഭരണകൂടത്തിനകത്ത് നിന്ന് വിമർശനമുണ്ടായി. പക്ഷെ പിന്നീട് ആ വിമർശനമൊക്കെ അങ്ങ് മാറുകയും ചെയ്തു. ഇപ്പോൾ ആകെ നെതന്യാഹുവിനെതിരെ നിൽക്കുന്നത് ഈ ബന്ദികളെ തിരികെ കിട്ടാത്തതിലുള്ള ഒരു പ്രശ്നം മാത്രമാണ്. അത് വളരെ രൂക്ഷമായിട്ട് നിൽക്കുകയാണ്. അതാണ് ഈ ഹമാസിനെ നേരിടുന്നിടം വരെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ്. പിന്നെ ഈ തീവ്രവാദത്തിന് വേണ്ടി ഒരു രാജ്യം എത്രത്തോളം തുക ചെലവഴിക്കുന്നുവോ അത് ആ രാജ്യത്തിൻ്റെ നാശമാണ്, വലിയ നാശത്തിലേക്ക് പോകും. ഇപ്പം നമ്മൾ വേറെ എങ്ങും പോകണ്ട, നമ്മുടെ തൊട്ടയൽ രാജ്യമായ പാകിസ്ഥാനിലേക്ക് പോയി നോക്കിക്കേ. പാകിസ്ഥാൻ്റെ സ്ഥിതി എന്താണ്? ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റം കണ്ട്, നെല്ലിപ്പലക കണ്ടു കൂപ്പുകുത്തി അവരെ. പെട്രോളിനൊക്കെ വില എന്തായിരുന്നു? പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വിലയായിരുന്നു. അവരുടെ പണം മുഴുവൻ എന്തിനു വേണ്ടിയാണ് പോകുന്നത്? ഈ തീവ്രവാദത്തെ വളർത്തുകയാണ്. അവിടെ ഭരിക്കുന്നത് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെ വന്നാൽ പോലും സൈന്യമാണ് അവിടെ ഭരിക്കുന്നത്. പിന്നെ അതിനോടൊപ്പം തീവ്രവാദവും കൂടി. നമ്മളോട് നേരിടാൻ വേണ്ടിയിട്ട് തീവ്രവാദ പ്രസ്ഥാനക്കാർക്ക് വേണ്ടി എന്തുമാത്രം ചെലവഴിച്ചു. കൊടും പട്ടിണിയിൽ പോയ അവസരത്തിൽ അവിടെ യുവാക്കൾ ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടല്ലോ, തൊട്ടയൽ രാജ്യമായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കണ്ടുപഠിക്കൂ, നരേന്ദ്രമോദി വരൂ, ഞങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കൂ, അല്ലെങ്കിൽ ഞങ്ങളെ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടത്. ഇത് ഇവിടുത്തെ BJP-കാർ ഇട്ട പോസ്റ്റൊന്നും അല്ല, അവിടുന്നുള്ള പാകിസ്ഥാനികൾ ഇട്ട പോസ്റ്റാണത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. അപ്പോൾ അങ്ങനെ ആ രാജ്യത്തുള്ള ജനത ഇങ്ങനെ തൊട്ടയൽ രാജ്യത്തെ തലവനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്ഥിതി അത്രത്തോളം
രൂക്ഷമായിട്ടല്ലേ. ഇപ്പം ഒന്നും കേൾക്കുന്നില്ല. പക്ഷെ കേൾക്കുന്നില്ല എന്ന് വിചാരിച്ച് അവിടെ നല്ല സ്വയം പര്യാപ്തതയിൽ നിൽക്കുകയൊന്നുമല്ല. അവിടെ ഇടയ്ക്കൊരു പ്രളയമുണ്ടായി. ഈ പ്രളയവും കഴിഞ്ഞപ്പോഴാണ് പിന്നെയും വലിയ അവിടുത്തെ മാനേജ്മെൻറ്റ് രീതികളൊന്നും ശരിയല്ല എന്നുള്ളതാണ് ഭരണചക്രത്തിൻ്റെ. അതുകൊണ്ടാണ് അവർക്ക് നാശം ഉണ്ടായത്. ഇത് തന്നെയാണ് ഇറാനും സംഭവിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. നെതന്യാഹു എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ രാജ്യത്തുള്ള പിന്നെ വിദ്യാഭ്യാസം, ആരോഗ്യം, പിന്നെ ധനപരമായിട്ടുള്ള ഉയർച്ച, ജീവിത നിലവാരം, ഇതിനെല്ലാം വലിയ തകർച്ചയായിരിക്കും സംഭവിക്കുക എന്നല്ല, സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം യുദ്ധത്തിലേക്ക് രാജ്യം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ വൻ തുക ചെലവഴിക്കും. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം സഹായിക്കുക, ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെയുള്ള പിന്തുണ ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര സാമ്പത്തിക സഹായം വരും? ഇപ്പോൾ ഇസ്രായേൽ കയറി ഇറാനെ അറ്റാക്ക് ചെയ്യും എന്ന് ഈ പരിഹാസ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അത് ട്രംപ് അതിൻ്റെയൊക്കെ ഒരു സൂചന നെതന്യാഹുവിന് കൊടുത്തിട്ടുണ്ട്. ഇതിനെ അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? ഇറാനെ സംബന്ധിച്ചിടത്തോളം എണ്ണപ്പാടവും ഒക്കെയാണ് അവരുടെ സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത്. അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ രാജ്യം പിന്നെ എന്തായിരിക്കും? ഒന്നുമല്ലാതാകുന്ന അവസ്ഥയിൽ അവരുടെ പിന്നെ വരുമാനം അതല്ലേ, അത് മുഴുവൻ ഇല്ലാതാകുന്നു. ഇവരൊരു വലിയ സംസ്കാരം ഉണ്ടായിരുന്ന അവരായിരുന്നു. പേർഷ്യൻ സംസ്കാരം ഒക്കെ ഉണ്ടായിരുന്നവരാണ്. ഇവരിനി ആ പഴയ സംസ്കാരത്തിലേക്കൊന്നും വരാൻ പോകുന്നില്ല. കാരണം അവിടെ തീവ്രവാദം കൊടികുത്തി വാഴുകയാണ്. ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ, ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇനിയും കിടക്കുന്നേ ഉള്ളൂ ഒരു മൂർധന്യത്തിൽ വരാൻ. ഹിസ്ബുള്ളയെ ഹമാസിനെയൊക്കെ വളർത്തിയത്, ഇടയ്ക്ക് ഇറാൻ്റെ തലവനെയൊക്കെ വധിച്ചപ്പോഴും എത്രയോ വെള്ളിയാഴ്ചകളിൽ മുടങ്ങിക്കിടന്നിരുന്ന ഒരു സമ്മേളനം, അവിടുത്തെ ഒരു ഭരണാധികാരി വന്നല്ലോ. ഭരണാധികാരി വന്നു നിന്ന് സംബോധന ചെയ്തത് എങ്ങനെയാണ്? കയ്യിൽ തോക്കേന്തി നിന്നല്ലേ സംബോധന ചെയ്തത്. അതൊക്കെ തന്നെ ഏറ്റവും വലിയ തെളിവല്ലേ ഇവർ വളർത്തുന്നത് തീവ്രവാദം മാത്രമാണ്. ആ തീവ്രവാദം കൊണ്ടാണ് ഈ വാളെടുക്കുന്നവൻ വാളാലെന്നൊരു ചൊല്ലുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ അന്ത്യം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇവരുടെ തലവന്മാരെ എല്ലാം ഇസ്രായേല് ചുട്ടരിക്കും എന്നുള്ളത് മാറ്റമില്ലാത്ത കാര്യമാണ്. അത് ഇതിനൊരു പരിഹാസ രൂപേണയാണ്. നിങ്ങളിപ്പോൾ ഇത്രയും ചിലവാക്കിയില്ലേ, ഒരു കണക്ക് പറയുന്നുണ്ടല്ലോ, എത്രയോ ബില്യൺ ഡോളറാണ്. അതുകൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. അത് മിസൈലിന്, അതുപോലെ തന്നെ സൈനിക ശക്തികൾക്ക്, മറ്റ് ആയുധങ്ങൾ ഒക്കെ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുകയല്ലേ. അപ്പം നിങ്ങൾ ഈ സാമ്പത്തികം മുഴുവൻ ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തിനകത്തേക്കൊന്നുമില്ല. പിന്നെ ഇസ്രായേലുമായിട്ടൊക്കെ യുദ്ധം ചെയ്യുന്ന സമയത്ത് അമേരിക്കയുടെ പിന്തുണയുമുണ്ട്. പലയിടങ്ങളിൽ നിന്ന് ഉപരോധം ഉണ്ടാകും, ഉപരോധം ഏർപ്പെടുത്തും. മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ രാജ്യത്തേക്ക് വരേണ്ടതായ പിന്നെ നാണ്യ വിനിമയം എല്ലാം തന്നെ ഇല്ലാതാവുകയും ചെയ്യും. അതും യുദ്ധത്തിൻ്റെ ദോഷത്തിലേക്ക് തന്നെ പോവുകയും ചെയ്യും. അപ്പം യുദ്ധം ഇല്ലാതാക്കുക, എനിക്ക് തോന്നുന്നു നെതന്യാഹു പറഞ്ഞത് നിങ്ങളങ്ങ് കീഴടങ്ങുമോ, അത് വായിക്കുമ്പോൾ ചിലർക്ക് തോന്നും ഒരു വല്ല നെതന്യാഹു ഇങ്ങനെ അപേക്ഷിക്കുകയാണോ, നിങ്ങൾ എന്തിനായി പൈസയൊക്കെ കളയുന്നത്, യുദ്ധം നിർത്തുക എന്നൊന്നും അല്ല എന്ന് ജോണിന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരിക്കലും അല്ല. അതിനകത്ത് നമുക്ക് വായിച്ചെടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ തീർക്കും നിങ്ങളെ, അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ പൊയ്ക്കൊള്ളുക, ഇപ്പോഴുള്ള ആ ഒരു ശക്തിയിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. അതല്ല, യുദ്ധം ഞങ്ങൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ, വളരെ അതിശക്തമായിട്ട് കയറി ഇടപെട്ട് കഴിഞ്ഞാൽ സംഭവം മാറും. എനിക്ക് ഒരു സംശയമുണ്ട്. ഈ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ്, ട്രംപ് വിജയിച്ച് നിൽക്കുകയാണ്, ബൈഡൻ കാവലാളായിട്ട് പോകുന്നുണ്ട്. ബൈഡന് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അതിപ്രധാന തീരുമാനം ട്രംപുമായിട്ടും കൂടെ ആലോചിച്ചിട്ടേ പറ്റത്തുള്ളൂ. ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് മുമ്പ് ചില പദ്ധതികളുണ്ട്. അതിലൊന്ന് ഹിസ്ബുള്ളയെയും 2 ഹമാസിനെയും തീർക്കുക, ഒപ്പം ഇറാൻ്റെ പത്തി അടിച്ചമർത്തുക. ഇതെത്രയും കഴിയുമ്പോൾ പിന്നെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യും.
ശരി. അപ്പോൾ ആ വലിയൊരു കണക്കുകൂട്ടലിലാണ് ട്രംപ് ഇക്കുറി നിൽക്കുന്നത്. അപ്പോൾ വളരെ നിർണായകമാണ് ട്രംപ് എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.